സമരത്തിനെതിരെ ഉയരുന്ന ശക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം വ്യാജവാർത്തകളെന്നും ഫാദർ തേഡോഷ്യസ് ഡിക്രൂസ് ഷെക്കീന ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ന്യായമായ അവരുടെ അതിജീവനത്തിന് വേണ്ടി കഴിഞ്ഞ 110 ദിവസമായിട്ട് നടത്തുന്ന ഈ അതിജീവന സമരത്തെ താറടിച്ച് കാണിക്കുവാനും അട്ടിമറിക്കുവാനും വേണ്ടി ഒരുപാട് ഗൂഢാലോചനകളും ഗൂഢശ്രമങ്ങളും അധികാര കേന്ദ്രത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് പ്രത്യക്ഷത്തിൽ ശത്രുക്കളെന്ന് പറഞ്ഞ് പരസ്യമായി പോരടിക്കുന്ന BJPയും അതുപോലെ തന്നെ CPMും തോളോട് തോൾ ചേർന്ന് ചില ഗുണ്ടകളെ ഇറക്കി ഈ അതിജീവന സമരത്തെ അട്ടിമറിക്കുവാനായിട്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് അത് വലിയൊരു ഗൂഢാലോചനയാണ്. ധാരാളം ഗൂഢാലോചനകളും നിരുത്തരവാദമായ പ്രവർത്തനങ്ങളും ഈ കേരളത്തിൽ നടമാടുന്നത് കേരളത്തിന്റെ പ്രഥമ പൗരനായ ഗവർണർ പോലും പറയുന്നുണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമായിട്ടാണ് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ചില വ്യാജ വാർത്തകള് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാര് പല രൂപത്തിലും പല ഭാവത്തിലും ഈ സമരത്തിനെതിരെ നടത്തുന്നതായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ അവരുടെ തന്നെ മഞ്ഞപ്പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. മന്ത്രി ശിവൻകുട്ടി, അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിൽ, അബ്ദുറഹ്മാൻ, ഇതിന്റെ എല്ലാം നേതൃത്വം പിടിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവര്, ദേശാഭിമാനി പോലത്തെ ഒരു വില കുറഞ്ഞ പത്രം, കേരള കൗമുദി പോലത്തെ ഒരു മൂന്നാംകിട മഞ്ഞപ്പത്രം, അതുപോലെ തന്നെ ന്യൂസ് 18 പോലത്തെ അധാർമികമായ ചാനൽ, അതുപോലെ തന്നെ അതിന് കൂട്ടുചേരാനായിട്ട് ഇപ്പൊ 24x7 ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരം ചാനലുകളും ഇത്തരം പത്രങ്ങളും വില കുറഞ്ഞ മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ അപഹസിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഒരു മൂന്നാംകിട അധാർമികമായ മാധ്യമപ്രവർത്തനം നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് അദാനിയും വിസിലും അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ ഗൂഢ തന്ത്രം മെനയുന്നവരും ചേർന്ന് നടത്തുന്ന ഒരുപാട് കള്ളക്കളികളുടെ വാർത്താ പ്രസരണമാണ് ആ കാണുന്നത്. അതിനെ അതിരൂപതയും സമരസമിതിയും അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നൊന്ന് മാത്രമല്ല, ഇത്തരം അധാർമികമായ മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരല്പമെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ ഈ പത്രങ്ങൾ ഒന്നുകിൽ ഇത്തരം വ്യാജ വാർത്ത കൊടുക്കുന്നത് നിർത്തുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്യണമെന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്. പ്രത്യക്ഷത്തിൽ നല്ല മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് അപമാനമാണ് ഇത്തരം ചാനലുകളും ഇത്തരം പത്രങ്ങളും. അതുകൊണ്ട് ഈ വ്യാജ വാർത്തയിൽ സത്യത്തിന്റെ ഒരംശം പോലുമില്ല. അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞങ്ങൾ തള്ളിക്കളയുന്നു. അത് ശുദ്ധമായ തെറ്റായ വാർത്തകളാണ്. ഒരുപക്ഷെ കേരള സർക്കാരിന്റെ ചില മന്ത്രിമാരുടെ നിരുത്തരവാദപരമായ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് അവരുടെ മന്ത്രിമാർ തന്നെ പറയുന്നത് പോലെ നടത്തുന്ന ഒരു മൂന്നാംകിട തരംതാണ് മാധ്യമ സിൻഡിക്കേറ്റ് മാത്രമാണ്. അതിനകത്ത് ഒരു സത്യവും പോലും. ഒരു വിഭാഗം മാധ്യമങ്ങളും സംസ്ഥാന സർക്കാരിലെ ചില മന്ത്രിമാരും ചേർന്ന് സമരത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സമരസമിതി കൺവീനർ വ്യക്തമാക്കി. ഷെക്കീന ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.